ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ദ വാംത്ത് ഓഫ് ലവ് എന്നുള്ള ഫസ്റ്റ് യൂണിറ്റിലെ 3rd ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ്. നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റർ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ദ ഡോട്ട് എന്നുള്ള പിക്ചർ സ്റ്റോറിയാണ്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താ? ദ ഡോട്ട്. ഡോട്ട് എന്ന് വെച്ചാൽ എന്താ? ഒരു കുത്തിടില്ലേ, അതിനാണ് ഡോട്ട് അല്ലേ, അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇടില്ലേ നിങ്ങൾ, അതിന് നമ്മൾ ഡോട്ട് എന്ന് പറയും കേട്ടോ. ഹിയർ ഇസ് ദ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ ഹു ബിലീവ്ഡ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? ലെറ്റ്സ് സീ. അപ്പൊ ഈ കഥ എന്തിനെ കുറിച്ചാണ്? ആരെ കുറിച്ചാ? ഒരു യങ് ഗേൾ, ഒരു നിങ്ങളെപ്പോലുള്ള ഒരു ചെറിയൊരു പെൺകുട്ടിയാണ്. നിങ്ങളെപ്പോലുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയാണ് കേട്ടോ അത്. അപ്പൊ യങ് ഗേൾ ആയിരുന്നു. അപ്പൊ അവൾ എന്താ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ അവൾക്ക് ഒരിക്കലും ഒന്നും വരയ്ക്കാൻ അറിയില്ല, ഒന്നും എന്നെ കൊണ്ട് ഒരിക്കലും വരയ്ക്കാനേ കഴിയില്ല എന്നാണ് അവൾ കരുതിയിട്ടുണ്ടായിരുന്നത്. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? അവൾക്ക് വരയ്ക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമുക്ക് ഈ കഥ വായിച്ചു നോക്കാം കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് പിക്ചറിൽ എന്താ കാണുന്നത്? അവൾ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ, ക്ലാസ് മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. The art class was over, but Vashti sat glued to her chair. Her paper was blank. അപ്പൊ ആ പെൺകുട്ടിയുടെ പേരാണ് വാഷ്ടി. വാഷ്ടി എന്നാണ് കേട്ടോ കുട്ടീൻ്റെ പേര്. അപ്പൊ അവള് എവിടെ ഇരിക്കുന്നത്? ആർട്ട് ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. ദ ആർട്ട് ക്ലാസ് വാസ് ഓവർ എന്ന് വെച്ചാൽ എന്താ? അതായത് ആർട്ട് ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, ആർട്ട് ക്ലാസ് കഴിഞ്ഞു. പക്ഷെ അപ്പോഴും വാഷ്ടി ക്ലാസ്സിൽ നിന്ന് പോവാതെ ചെയറിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. വാഷ്ടി സെറ്റ് ഗ്ലൂഡ് ടു ഹെർ ചെയർ. ഗ്ലൂഡ് ടു ഹെർ ചെയർ എന്ന് വെച്ചാൽ അവിടെ തന്നെ ഇരിക്കുകയാണ്, അവിടെ എഴുന്നേറ്റ് പോകാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. അപ്പോൾ ആർട്ട് ക്ലാസ് ഡ്രോയിങ് ക്ലാസ് ആയിരുന്നു. അപ്പൊ അവൾക്ക് കൊടുത്തുള്ള ഷീറ്റ് ബ്ലാങ്ക് ആയിരുന്നു കേട്ടോ, ഒന്നും വരച്ചിട്ടില്ല. അപ്പൊ രണ്ടാമത്തെ ചിത്രം നോക്കൂ, ആരാണ് വന്ന് നിൽക്കുന്നത് അവിടെ? അവളുടെ ടീച്ചർ. Vashti's teacher leaned over the blank paper. Ha! A polar bear in a snowstorm, she said. Very funny. I just can't draw, said Vashti. അപ്പോൾ വാഷിന് ടീച്ചർ വന്നു. ടീച്ചർ വന്നിട്ട് അവളുടെ ആ ബ്ലാങ്ക് പേപ്പർ നോക്കിയിട്ട് കുനിഞ്ഞു നിന്ന്, ലീൻ ചെയ്യുക വെച്ചാൽ കുനിഞ്ഞു നിന്ന് നിൽക്കട്ടെ, ഈ പൊസിഷനിൽ ഇതിനാണ് ലീൻ ചെയ്യുക പറഞ്ഞാൽ. ഇങ്ങനെ നിന്നിട്ട് ബ്ലാങ്ക് പേപ്പർ നോക്കിയിട്ട് എന്താ പറയണത്? ഹാ, എ പോളാർ ബിയർ ഇൻ എ സ്നോ സ്റ്റോം എന്ന് വെച്ചാൽ എന്താ? കളിയാക്കണം എന്ന് വെച്ചാൽ എന്താ? പോളാർ ബിയർ എന്ന് വെച്ചാൽ മഞ്ഞപ്രദേശത്ത് കാണുന്ന കരടിന്റെ നിറം എന്താ? വെള്ള നിറമാണ് അല്ലേ. അതുപോലെ സ്നോ സ്റ്റോം എന്ന് വെച്ചാൽ എന്താ? മഞ്ഞ്, നല്ല മഞ്ഞ്, എന്താണ് മഞ്ഞൊക്കെ ഇടിഞ്ഞു പൊളി മഞ്ഞ് വരില്ലേ, മഞ്ഞിന്റെ അല്ലെങ്കിൽ നല്ല മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ മഞ്ഞിന്റെ നിറം എന്താ? അതും വെള്ള നിറമാണ്. അപ്പൊ എന്തെങ്കിലും വരയ്ക്കണോ? മഞ്ഞ് വരയ്ക്കുന്ന അല്ലെങ്കിൽ എന്താണ് പോളാർ ബിയർ എന്നൊക്കെ പറഞ്ഞ് വെള്ള കളറാണ്. അതുകൊണ്ടാണ് ബ്ലാങ്ക് പേപ്പർ എന്ന് വെച്ചാൽ ബ്ലാങ്ക് പേപ്പറിൽ അതെല്ലാം ഉണ്ട്, വരച്ചിട്ടുണ്ട്. എന്നിട്ട് കളിയാക്കി പറയാണ് കേട്ടോ. അതായത് ഒന്നും വരച്ചിട്ടില്ലല്ലോ, അതിലെ ടീച്ചർ കളിയാക്കിയിട്ട് പറയാണ്. വെരി ഫണ്ണി, ഐ ജസ്റ്റ് കാൺ ഡ്രോ, സെഡ് വാഷ്ടി. ഇത് കേട്ടപ്പോൾ വാഷ്ടി പറയാണ്, നല്ല തമാശ, എനിക്ക് ഒന്നും വരയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് വാഷ്ടി പറയാണ്, ടീച്ചറോട് പറഞ്ഞു. അപ്പൊ അവളുടെ ടീച്ചർ എന്ത് ചെയ്തു? Her teacher smiled. Just make a mark and see where it takes you. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ ആദ്യം എന്ത് ചെയ്യൂ? Just make a mark and see where it takes you. ആദ്യം നീ നിന്റെ പേപ്പറിൽ, ആ ബ്ലാങ്ക് പേപ്പറിൽ ആദ്യം നിന്റെ ഒരു മാർക്ക് ചെയ്യൂ. ഓക്കെ, അത് നിന്നെ എവിടെ കൊണ്ടെത്തിക്കുന്നത് നമുക്കിനി കാണാം എന്ന് പറഞ്ഞു ടീച്ചർ. അങ്ങനെ വാഷ്ടി എന്ത് ചെയ്തു? വാഷ്ടി grabbed a marker and gave the paper a good strong jab. അപ്പൊ വാഷ്ടി എന്ത് ചെയ്തു? വേഗം തന്നെ അവൾ എന്ത് ചെയ്തു? ഒരു മാർക്കർ എടുത്തു. അവളെ പേപ്പറിൽ നല്ല വൃത്തിയായിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു ജാബ് എന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു കുത്ത് കേട്ടോ, ഒരു മാർക്ക് വെച്ച് ഒരു കുത്ത് വെച്ച് കൊടുത്തു. അതായത് ഒരു ചെറിയൊരു ഒരു ഡോട്ട് വെച്ച് കൊടുത്തു. എന്താ പറയുക? ഇതാ എന്ന് പറയുക ടീച്ചർക്ക് കൊടുക്കുകയാണ്. അവളുടെ ടീച്ചർ എന്താ ചെയ്യുന്നത്? ഹെർ ടീച്ചർ picked up the paper and studied it carefully. She pushed the paper towards Vashti and quietly said, now sign it. അവളുടെ ടീച്ചർ ആ പേപ്പർ വാങ്ങി നന്നായിട്ടൊന്ന് നോക്കി, ചിത്രം അവൾ വരച്ചിരിക്കുന്ന ആ ഡോട്ട് ഒന്ന് നന്നായി നോക്കിയിട്ട് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം? ആ പേപ്പർ അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് ടീച്ചർ എന്താ പറയേണ്ടത്? ഇനി നീ ഇതിൽ എന്ത് ചെയ്യുക? നിന്റെ സൈൻ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ വാഷ്ടി എന്ത് ചെയ്യണം? വാഷ്ടി thought for a moment. Well, maybe I can't draw, but I can sign my name. വാഷ്ടി കുറച്ചു നേരം ചിന്തിച്ചിട്ട് എന്താ പറയണത്? ആ ശരി, എനിക്ക് വരയ്ക്കാനല്ലേ കഴിയാത്ത, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ പേര് സൈൻ ചെയ്യാൻ അറിയാന്ന് പറയാണല്ലോ. ആരാ പറയണത്? വാഷ്ടി പറയാണ്. അങ്ങനെ 7ാമത്തെ ചിത്രം നോക്കൂ, 7th പിക്ചർ നോക്കൂ. The next week Vashti walked into the art class. She was surprised to see what was hanging above her teacher's desk.
It was a little dot she had drawn, her dot, all framed in swirling gold. എന്താ സംഭവിച്ചത്? അങ്ങനെ അടുത്ത ആഴ്ചയായി വാഷ്ടി എന്ത് ചെയ്തു? ആർട്ട് ക്ലാസ്സിന് വന്നു. അവൾ വന്നതും എന്താ കാണുന്നത്? She was surprised to see what was hanging above her teacher's desk. ടീച്ചർ ഇരിക്കുന്ന ടീച്ചറിന്റെ മേശയുടെ മുകളിലായിട്ട് എന്ത് തൂക്കിയിട്ടിരിക്കുന്നു? അവൾ എന്ത് തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് അവൾ സർപ്രൈസ് ആയത്. അവൾ എന്താ തൂക്കിയിട്ടിരിക്കുന്നത്? അവൾ വരച്ചിട്ടുണ്ടായിരുന്ന ആ ലിറ്റിൽ ഡോട്ട് നല്ല ഫ്രെയിം ഒക്കെ ചെയ്ത്, അത് ഗോൾഡ് നിറത്തിലുള്ള ഫ്രെയിം ഒക്കെ ചെയ്തിട്ട് അതങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നു അല്ലേ? അപ്പൊ അവൾ നോക്കി നിൽക്കുകയാണ്. അടുത്ത ചിത്രം നോക്കൂ. I can make a better dot than that. She opened her set of watercolors and set to work. അപ്പോൾ ആ ചിത്രം നോക്കിയിട്ട് അവൾ വിചാരിക്കുകയാണ്, എന്താണ്, എനിക്ക് ഇതിനേക്കാളും ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് ഒരു ഡോട്ട് വരയ്ക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു? അവൾ കയ്യിലുള്ള വാട്ടർ കളേഴ്സ് ഒക്കെ എടുത്തിട്ട് അവൾ അവിടെ ഇരുന്നു, വരയ്ക്കാൻ റെഡിയായി. Vashti painted and painted. A red dot, a purple dot, a yellow dot, a blue dot, the blue mixed with yellow. She discovered that she could make a green dot. Vashti kept experimenting with lots of little dots in many colors. അങ്ങനെ വാഷ്ടിക്ക് ഇൻട്രസ്റ്റ് ആയി അല്ലേ, ഡ്രോ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ അവൾ പെയിന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആദ്യം ഒരു റെഡ് ഡോട്ട്, പിന്നെ പർപ്പിൾ ഡോട്ട് വരച്ചു, യെല്ലോ ഡോട്ട്, ബ്ലൂ ഡോട്ട്, അങ്ങനെ ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് ഗ്രീൻ കളർ കിട്ടും നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോരോ ഡിഫറെന്റ് കളർ അവൾ ഡോട്ട് ഇട്ടുകൊണ്ടേയിരുന്നു. If I can make little dots, I can make big dots too. Vashti splashed her colors with a bigger brush on a bigger paper to make bigger dots. Vashti even made a dot by not painting a dot. അപ്പോൾ എന്ത് ചെയ്യാണ്? അവൾ അത് നോക്കിയില്ലല്ലോ, ആ ഡോട്ട്സ് നോക്കിയിട്ട് പറയാണ്, if I can make little dots, I can make big dots too എന്ന് പറയാനല്ലേ. അതായത് എനിക്ക് ലിറ്റിൽ ഡോട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ബിഗ് ഡോട്ട്സ് കൂടെ വരയ്ക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എന്ത് ചെയ്യാണ്? ബിഗ്ഗർ ബ്രഷ് ഒക്കെ എടുത്ത് ബിഗ്ഗർ പേപ്പറിൽ അവൾ വീണ്ടും ഡോട്ട്സ് വരയ്ക്കാൻ തുടങ്ങി. At the school art show a few weeks later, Vashti's dots made quite a splash. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അല്ലെ, അങ്ങനെ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞു. അങ്ങനെ സ്കൂളിൽ ആർട്ട് ഷോ വരികയാണ്. അങ്ങനെ അവളുടെ ഡോട്ട്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഷോയ്ക്ക് വെച്ചിട്ടുണ്ട് അല്ലെ, ആർട്ട് ഷോയ്ക്ക് വെച്ചിട്ടുണ്ട്. വാഷ്ടി അങ്ങനെ അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ആ ഡോട്ട്സ്, അവൾ വരച്ച ഡോട്ട്സ് എല്ലാം. വാഷ്ടി നോട്ടീസ്ഡ് a little boy gazing up at her. You are really a great artist. I wish I could draw, he said. I bet you can, said Vashti. Me? No, not I. I can't even draw a straight line with a ruler. അപ്പോൾ എന്താ സംഭവിച്ചത്? വാഷ്ടി നോട്ടീസ്ഡ് a little boy gazing up at her. അപ്പോൾ വാഷ്ടി എന്ത് കണ്ടു? ഒരു ചെറിയൊരു ഒരു ആൺകുട്ടി അവളിങ്ങനെ അതിശയത്തോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അല്ലേ. എന്നിട്ട് എന്ത് പറഞ്ഞു? You are really a great artist. I wish I could draw, he said. അവളെ നോക്കിയിട്ട്, വാഷ്ടി നോക്കിയിട്ട് ബോയ് എന്താ പറയണത്? നിങ്ങൾ വളരെ വലിയൊരു ആർട്ടിസ്റ്റ് ആണ്, എനിക്കും നിങ്ങളെപ്പോലെ വരയ്ക്കാൻ സാധിക്കണമെന്ന് പറയണം അല്ലേ. അപ്പോൾ വാഷ്ടി പറഞ്ഞു, I bet you can. നിനക്ക് തീർച്ചയായിട്ടും സാധിക്കുന്ന അവൾ എന്ത് ചെയ്യണം? അവനോട് പറയുകയാണ് അല്ലേ. Me? No, not I. I can't even draw a straight line with a ruler. അപ്പോൾ ആൺകുട്ടി എന്ത് പറയണം? എനിക്കോ ഒരിക്കലും സാധിക്കില്ല, എനിക്കൊരു റൂളർ എടുത്തിട്ടില്ലേ, റൂളർ എന്ന് വെച്ചാൽ സ്കെയിൽ, ഒരു സ്കെയിൽ കൊണ്ടൊരു സ്ട്രൈറ്റ് ലൈൻ കൂടെ എനിക്ക് വരയ്ക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. Vashti smiled. She handed the boy a blank sheet of paper. Show me. The boy's pencil shook as he drew in his line. അപ്പോൾ വാഷി വേഗം ഒരു പേപ്പർ എടുത്തിട്ട് അവനെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, എന്നാൽ എനിക്കൊന്ന് വരച്ചു കാണിക്കുന്നു പറഞ്ഞു. എന്നിട്ട് ആ ബോയ് എന്ത് ചെയ്തു? അവന്റെ പെൻസിൽ എടുത്തു, ഒരു ലൈൻ വരച്ചു അല്ലേ. Vashti stared at the boy's squiggle and then she said, sign it. അപ്പോൾ അവൻ വരച്ച വര റൂളറോ സ്കെയിലൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ വരച്ചു, സാധാരണ കൈ കൊണ്ട് പെൻസിൽ കൊണ്ട് ഒരു വര വരച്ചു. അത് സ്ട്രൈറ്റ് ആയിരിക്കുമോ? നേരെ ആയിരിക്കുമോ? അല്ലെ വളഞ്ഞു പൊളഞ്ഞായിരിക്കില്ലേ? അങ്ങനെ വളഞ്ഞു വരുന്ന ആ വരയാണ് സ്ക്യൂഗിൾ എന്ന് പറയുക കേട്ടോ. അപ്പോൾ അവൾ ആ വര നോക്കി, അതിനുശേഷം അവൾ എന്ത് ചെയ്തു? അവളോട് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ അവൾ എന്ത് ചെയ്യണം? ബോയോട് സൈൻ ചെയ്യാൻ പറയുകയാണ്. അപ്പൊ അവൾ ആ പയ്യൻ എന്ത് ചെയ്തു? അതിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ അതാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാളും എന്ത് ചെയ്യും? തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പറ്റില്ല എന്ന് കരുതി ഇരിക്കണം, ഒന്നും ചെയ്യാതിരുന്നാൽ അത് ഒരിക്കലും സാധിക്കില്ല. എന്നാൽ എന്നെ കൊണ്ട് പറ്റും, എനിക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. വാഷ്ടി എനിക്ക് വരയ്ക്കാനേ സാധിക്കില്ല എന്ന് പറഞ്ഞതും ഇപ്പൊ എന്താണ്, ഒരുപാട് പേർക്ക് അവൾ വരച്ച ഡോട്ട്സ് ഒരുപാട് ഇഷ്ടമായി അല്ലേ. അപ്പൊ നോക്കൂ, അപ്പൊ അവൾ എന്താ ചെയ്തത്? അവിടെ ഒരുപാട് അവൾ പറ്റുമെന്ന്, എന്നെ കൊണ്ട് സാധിക്കും എന്ന് കരുതിയിട്ട് അവൾ ചെയ്യാൻ തുടങ്ങി. കഥ എഴുതിയിരിക്കുന്നത് ആരാണ്? നമ്മുടെ ഓഥർ ആരാന്ന് നോക്കാം. പീറ്റർ ഹാമിൽട്ടൺ റെയ്നോൾഡ് ആണ്. അദ്ദേഹം ഒരു കനേഡിയൻ ഓഥർ ആണ് കേട്ടോ. ആൻഡ് ഇല്ലുസ്ട്രേറ്റർ ഓഫ് ചിൽഡ്രൻസ് ബുക്ക്. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ എഡ്യൂക്കേഷണൽ മീഡിയ കമ്പനി ഫാബിൾ വിഷൻ.
Reynolds is best known for his children's book about authentic learning, creativity and self-expression. ഇനി നമുക്ക് കഥയിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. Why was Vashti sad? വാഷ്ടി എന്തുകൊണ്ടായിരിക്കും സങ്കടപ്പെട്ടിരുന്നത്? എന്താ കാരണം എന്താ? Vashti was sad because she believed that she couldn't draw a picture. അവൾക്ക് ഒരിക്കലും ചിത്രം വരയ്ക്കാൻ സാധിക്കില്ല എന്ന് കരുതിയിട്ടാണ് അവൾ എന്ത് ചെയ്തത്? സങ്കടപ്പെട്ടിരുന്നത്. രണ്ടാമത്തെ ചോദ്യം, what did the teacher ask Vashti to do after she had drawn the picture of a dot? അവൾ ഒരു ഡോട്ട് വരച്ച് ടീച്ചർക്ക് കൊടുത്തു. അപ്പോൾ ടീച്ചർ എന്താണ് ചെയ്തത്? After Vashti drew that dot, her teacher asked her to sign her picture. അവൾ വരച്ചതിൽ സൈൻ ചെയ്യാൻ പറഞ്ഞു ടീച്ചർ. What did Vashti's teacher do with her picture? അവൾ വരച്ച ചിത്രം വെച്ച് ടീച്ചർ എന്ത് ചെയ്തു? The teacher framed Vashti's picture in swirly gold and hung it above her desk. നല്ല ഫ്രെയിം ഒക്കെ ചെയ്ത് ഗോൾഡ് നിറത്തിലുള്ള ഫ്രെയിം ഒക്കെ കൊടുത്തിട്ട് അതെന്ത് ചെയ്തു? ടീച്ചറിന്റെ ഡെസ്കിന്റെ തൊട്ട് മുകളിലായിട്ട് അത് തൂക്കിയിട്ടു. നാലാമത്തെ ചോദ്യം, why did Vashti think she could make an even better dot? എന്തുകൊണ്ടാണ് വാഷ്ടി ഇതിനേക്കാളും എനിക്കൊരു ബെറ്റർ ആയിട്ട് ഒരു ഡോട്ട് വരയ്ക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കാനുള്ള കാരണം എന്താ? Vashti thought she could make an even better dot because seeing her framed picture, she became confident and wanted to draw a better one. അഞ്ചാമത്തെ ചോദ്യം, Vashti asked the boy to sign his picture. Why? ആ ബോയിനോടും വാഷ്ടി അവൻ വരച്ച വരയിൽ സൈൻ ചെയ്യാൻ പറഞ്ഞു. അല്ലേ? എന്തുകൊണ്ട്? Vashti asked the boy to sign his picture to encourage him, just as a teacher encouraged her. അവളുടെ ടീച്ചർ എൻകറേജ് ചെയ്ത പോലെ അവന്റെ ആ ബോയെ എൻകറേജ് ചെയ്യാനാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൾക്ക് കോൺഫിഡൻസ് കൂടിയ പോലെ തന്നെ തീർച്ചയായിട്ടും ആ ബോയ്ക്ക് എന്ത് ചെയ്യും? ആ ചിത്രം കാണുമ്പോൾ തീർച്ചയായിട്ടും കോൺഫിഡൻസ് കൂടും. ആറാമത്തെ ചോദ്യം, what will the boy do next? ആ ബോയ് എന്തായിരിക്കും നെക്സ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? The boy will become more confident and will draw a picture just as Vashti did. വാഷ്ടി ചെയ്ത പോലെ തന്നെ അവൻ നല്ല കോൺഫിഡന്റ് ആയിട്ട് അടുത്തടുത്ത ചിത്രങ്ങൾ തീർച്ചയായിട്ടും വരയ്ക്കും. അടുത്തത് നമ്മുടെ ആക്ടിവിറ്റി ആണ്. Some of the events of a story are illustrated below. Develop a story based on the picture given. താഴെ തന്ന ചിത്രങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയൊരു കഥ ഉണ്ടാക്കാനാണ് പറയുന്നത്. എന്താ കഥ? നമ്മൾ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഒരു സിംഹമുണ്ട്, ഒരു എലിയുണ്ട്. എലി അപകടത്തിൽ പെട്ടിരിക്കുന്നു. സിംഹം എലിയെ രക്ഷപ്പെടുത്തി സന്തോഷത്തോടെ മടങ്ങി പോകുന്നു. സിംഹം വലയ്ക്കകത്ത് കുടുങ്ങി പോകുന്നു. എലി എന്ത് ചെയ്യുന്നു? ആ വല കരണ്ട് മുറിച്ച് സിംഹത്തെ രക്ഷപ്പെടുത്തുന്നു. ഇത് നമുക്കൊരു കഥയായിട്ട് എഴുതാം. One day, the brave lion was walking through the forest. He suddenly heard a cry. He looked around, but he couldn't see anyone there. It was when he walked a little further that he saw that sight. That is Minnu rat. She is trapped in a pit. Pit is a kurito. She is so trapped that she cannot escape on her own. ഒരിടത്ത് നല്ല ബ്രേവ് ആയിട്ടുള്ള നല്ല വലിയൊരു നല്ല ബുദ്ധിയൊക്കെ നല്ലൊരു ആരുണ്ടായിരുന്നു? ലയൺ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ലയൺ നമ്മളിവിടെ പേര് കൊടുത്തിട്ടുണ്ട്, വീരു എന്നാണ് കേട്ടോ. വീരു ലയൺ എന്നാണ് എഴുതേണ്ടത്. അപ്പൊ കാട്ടിലൊക്കെ നടന്നു പോയിരുന്നു നമ്മുടെ ലയൺ. പെട്ടെന്നാണ് ഒരു കരച്ചിൽ കേട്ടത്. ഹി ലുക്ക്ഡ് അറൗണ്ട് ബട്ട് ഹി കുഡിന്റ് സീ എനിവൺ. അവൻ ചുറ്റും നോക്കിയപ്പോൾ അവനൊന്നും കാണാനൊന്നും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് വെൻ ഹി വാക്ക്ഡ് എ ലിറ്റിൽ ഫർദർ ദർ ഹി സോ ദാറ്റ് സൈഡ്. കുറച്ചു ദൂരം കൂടെ മുന്നോട്ട് നടന്നപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. ദാറ്റ് ഈസ് മിന്നു റാറ്റ്. അത് ആരായിരുന്നു? മിന്നു റാറ്റ് ആയിരുന്നു അല്ലെ? മിന്നു എലിയായിരുന്നു. ഷീ ഈസ് ട്രാപ്ഡ് ഇൻ എ ബിറ്റ്. ഒരു കുഴിക്കകത്ത് അവൾ എന്ത് ചെയ്തു? ട്രാപ്പ് ആയിരിക്കുകയാണ്. ഷീ ഈസ് സോ ട്രാപ്ഡ് ദാറ്റ് ഷീ കനോട്ട് എസ്കേപ്പ് ഓൺ ഹെർ ഓൺ. അവൾക്ക് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം അതിൽ അവൾ ട്രാപ്ഡ് ആയിരുന്നു. When Minnu saw Veeru, Minnu cried and asked him for help. Can you save me, please? മിന്നു വീരുവിനെ കണ്ടതും വീരു സിംഹത്തെ കണ്ടതും മിന്നു കരഞ്ഞുകൊണ്ട് സഹായം ചോദിച്ചു. എന്നെ രക്ഷപ്പെടുത്തോ, സഹായിക്കൂ എന്ന് പറഞ്ഞു. വീരു felt sad when he heard Minnu's cry. മിന്നുവിന്റെ കരച്ചിൽ കേട്ടപ്പോൾ വീരുവിന് ഒരുപാട് സങ്കടമായി. He quickly pulled Minnu out of the pit. Minnu was very happy. അവൻ വേഗം തന്നെ മിന്നുവിനെ ആ കുഴിക്കകത്ത് നിന്ന് പുറത്തേക്ക് എടുത്തു. അങ്ങനെ മിന്നു ഒരുപാട് ഹാപ്പി ആയി. മിന്നു താങ്ക് ടു വീരു ആൻഡ് വെന്റ് അവേ. അങ്ങനെ മിന്നു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. After a few days, the hunter, Mallan, went into the forest to hunt. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ആ കാട്ടിൽ ആര് വരികയാണ്? വേടനായിട്ടുള്ള ഹണ്ടർ ആയിട്ടുള്ള മല്ലൻ വന്നു. Poor Veeru lion got caught in the trap he had set. അയാൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രാപ്പിനകത്ത് ആര് പെട്ടു? നമ്മുടെ വീരു സിംഹം പെട്ടു. Veeru tried to break the trap for a while, but Veeru was unable to break it. Veeru ഒരുപാട് ശ്രമിച്ചു, ആ ട്രാപ്പ് പൊട്ടിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ വീരുവിന് അതുകൊണ്ട് സാധിച്ചില്ല.
Minnu read passing through that way. She saw Veeru lion. She quickly started to break the net. മിന്നു ആ വഴി പോകുമ്പോൾ ആരെ കാണുകയാണ്? ട്രാപ്പിൽ കിടക്കുന്ന നമ്മുടെ വീരു സിംഹത്തെ കണ്ടു. അവൾ വേഗം തന്നെ ആ നെറ്റ് പൊട്ടിച്ചു. Within few seconds she broke the net. The hunter saw Veeru lion escaped from the trap. He ran from there. അപ്പോൾ ആര് കാണുകയാണ്? നമ്മുടെ നെറ്റിൽ നിന്ന് നമ്മുടെ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ട വീരു സിംഹത്തെ കണ്ട് ഹണ്ടർ അവിടുന്ന് ജീവനും കൂടി രക്ഷപ്പെടുകയാണ് അല്ലേ? കാരണം സിംഹം വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടും. Veeru thanked Minnu. Thus they become good friends and they lived happily in the forest. അങ്ങനെ അവർ രണ്ടാളും നല്ല സുഹൃത്തുക്കളായിട്ട് കാട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. ഇതാണ് കഥ. ചെറിയൊരു കഥയാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഡെവലപ്പ് ചെയ്യുക. കഥ എഴുതാനാണ് പറയുന്നത്. കഥ എഴുതിയിട്ട് കഥയ്ക്കൊരു പേര് കൂടെ കൊടുക്കുക. നമ്മളിവിടെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കഥയ്ക്ക് ഒരു നെയിം കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിക്കെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ക്ലാസ് ഇഷ്ടമാവണേ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതോടൊപ്പം ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് അറിയിക്കാം. താങ്ക് യു.